പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ BA BSc-കാരുടെ 4ാം സെമിസ്റ്റർ കോമൺ കോഴ്സ് മലയാളത്തിനകത്തുള്ള ദൃശ്യകലാ സാഹിത്യം എന്ന ഈ പാഠപുസ്തകത്തിനകത്തുള്ള പാഠഭാഗമാണ്. ഇതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം, നളചരിതം 2ാം ദിവസമാണ്. നളചരിതം എന്ന് പറയുന്നത് ഒരു ആട്ടക്കഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ആട്ടക്കഥ എന്ന് പറയേണ്ടി വരും അല്ലെ. നമ്മുടെ കഥകളി അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ. കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. അപ്പൊ കഥകളിക്ക് വേണ്ടി അല്ലെങ്കിൽ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ആദ്യം കൃഷ്ണനാട്ടായിരുന്നു, പിന്നീട് അത് മാറി രാമനാട്ടായി. ആ രാമനാട്ടാണ് പിന്നീട് പരിഷ്കരിച്ച് നമ്മൾ ഈ പറയുന്ന ആട്ടക്കഥയായി മാറിയത് എന്നാ പറയുന്നത്. ആട്ടക്കഥയ്ക്ക് സംഭാവനകൾ നൽകിയ ധാരാളം ആളുകളുണ്ട്. കോട്ടയത്ത് തമ്പുരാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. പിന്നീട് ആട്ടക്കഥാ സാഹിത്യത്തിൽ തന്നെ നമ്മൾ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം ആട്ടക്കഥയുടെ 2ാം ദിവസമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആട്ടക്കഥ എന്ന് പറയുമ്പോൾ നമ്മൾ നാടകത്തിന് അല്ലെ, നമ്മൾ എന്താണ് പിന്നണിയിൽ വെച്ചാണ് അത് പാടുന്നതല്ലാതെ നേരിട്ട് കഥകളിയിലെ കഥാപാത്രങ്ങൾ സംഭാഷണം ചെയ്യില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ കലോത്സവത്തിന് ഉൾപ്പെടെ കഥകളിയൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് അല്ലെ. ഇവിടെ 4 ദിവസത്തെ കഥയാക്കിയിട്ടാണ് നളചരിതത്തെ ഉണ്ണായി വാര്യർ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഓർമ്മിക്കുക. അതിൽ 2ാം ദിവസമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഘടനയായിക്കോട്ടെ, കഥാപാത്രങ്ങളായിക്കോട്ടെ, സംഭാഷണം ആയിക്കോട്ടെ, ഭാവാവിഷ്കാരായിക്കോട്ടെ, ഇതിവൃത്തം ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും എന്താണ് നമ്മുടെ ആട്ടക്കഥകളിൽ സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്ന കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. പിന്നെ ഇതിന്റെ ഭാഷ എന്ന് പറയുന്നത് നളചരിതത്തിന്റെ ഭാഷ, അതായത് സംസ്കൃത ബഹുലമായിട്ടുള്ള മണിപ്രവാള ഭാഷയാണ് നളചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അല്ലെ. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്കിനെ മിലിതം പദയുഗളെ നിഗളിതയാ മാർഗിതലയാ ലതയാ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതൊരു ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നളചരിതത്തിന്റെ ഇതിവൃത്തം പൂർണ്ണമായി വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ മഹാഭാരതത്തിലെ ആരണ്യ പർവ്വത്തിലുള്ള നളകഥ ആസ്പദമാക്കിയിട്ടാണ് നളചരിതം രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഇതില് യഥാർത്ഥത്തില് നിഷധ രാജാവായിട്ടുള്ള നളൻ എന്ത് ചെയ്യുകയാണ്, ഭീമന്റെ പുത്രി ഭൈമി പുത്രിയായിട്ടുള്ള ദമയന്തിന് ഇഷ്ടം അല്ലെ, ഇതിൽ ഇഷ്ടപ്പെടുകയും ദമയന്തിയെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ദമയന്തിയോടുള്ള ഇഷ്ടം നളന് ഒരു ഹംസം വഴി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കും. തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ദൂത് വരുമ്പോ മറ്റ് ഒരാള് വഴി കാര്യങ്ങൾ പറയുമ്പോൾ അത് ഹംസമായിരുന്നു അല്ലെ, ഹംസമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ അച്ഛനായിട്ടുള്ള ഭീമൻ ദമയന്തിക്ക് കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അത് അറിയിക്കുന്നു. അപ്പോ ഈ നമ്മുടെ ഇന്ദ്രന്മാരുണ്ട്, അതായത് ദേവന്മാരുണ്ടല്ലോ, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, ഇവർക്കൊക്കെ ദമയന്തിയെ നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നളനോട് ഇവര് പറയാണ് എന്താണ്, നമ്മളെ രൂപത്തിൽ നീ അങ്ങോട്ടേക്ക് പോണെന്നും പറയുന്നു. നളൻ അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ നളനെ തന്നെ, യഥാർത്ഥ നളനെ തന്നെ അവിടെ ആരാണ് നമ്മുടെ ദമയന്തി തിരിച്ചറിയുകയും അങ്ങനെ അവര് വിവാഹം കഴിക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ട്. വിവാഹം കഴിച്ചു. പക്ഷെ എന്താണ് ദമയന്തിയോട് വളരെയധികം ഇഷ്ടം ഉണ്ടായിരുന്ന ആർക്കായിരിക്കും, കലിക്ക് അത് തീരെ സഹിക്കുന്നില്ല. കലിവുണ്ട്. പിന്നീട് എന്താണ്, അങ്ങനെ ഇപ്പം നളൻ അവിടെ ദമയന്തിയോടൊപ്പം സന്തോഷത്തോടെ വാഴണ്ടെന്ന് കരുതിയിട്ട് നളനെയും ദമയന്തിയും തമ്മിൽ പിരിക്കാൻ വേണ്ടി നിഷിധ രാജ്യത്ത് നിന്ന് നളനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി കലി ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനിൽ പ്രവേശിക്കുകയും ചൂതാട്ടത്തിലൂടെ നളനെ തോൽപ്പിച്ച അവസാനം നളനെ ഒന്നുമില്ലാത്ത രീതിയിൽ വനവാസത്തിന് അയക്കുന്ന കഥയൊക്കെ ആ കഥയാണ് യഥാർത്ഥത്തിൽ നമുക്ക് 2ാം ദിവസത്തിൽ പഠിക്കാനുള്ളത്. പിന്നീട് അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. തൽക്കാലത്തേക്ക് അത് പറയുന്നില്ല. നമുക്ക് ഏതായാലും നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലേക്ക് വരാം. ആട്ടക്കഥ നളചരിതത്തിലെ 2ാം ദിവസമാണ് ഇവിടെ പറയുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ നമ്മുടെ പാഠഭാഗത്തുള്ളത് ഒന്ന് നളൻ, അതുപോലെ തന്നെ മറ്റൊന്ന് ദമയന്തി, പിന്നെ കലിയുണ്ട്, ദ്വാപരനുണ്ട്, പുഷ്കരനുണ്ട്. അപ്പൊ നമ്മള് പാഠത്തിലേക്ക് വരികയാണ്, സമയം കളയുന്നില്ല. 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ, ശ്ലോകം വായിക്കേണ്ടതുണ്ടോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്നാൽ കൂടി പറയാണ്. 1ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? സുരേന്ദ്രൈ സംപ്രീതൈരിഹ സദസിത്താനധ വരാവനവാപ്തോ ദുഷ്പ്രാപൻ നിഷധ നിർബധിസ്ഥാം പ്രിയതമാം മുദാ പൗണാകൃത്യൗ ശുശ്വര നഗരാദാത്മനഗരം ഗതോരേമേ ഭൈമീം രഹസി രമയം സ്റ്റാണുവചനൈഹ.
വായിക്കുമ്പോ ആഹാ ഓഹോ എന്താണ് ഭാഷ എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ എങ്കിലും കൂടിയും എന്താണ് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ ഇതിന്റെ അർത്ഥം. ചുരുക്കി പറയുകയാണെങ്കിൽ സുരേന്ദ്ര സംപ്രീതൈരിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവന്മാരാൽ സന്തുഷ്ടനായിരിക്കുന്ന, അല്ലെ, സന്തുഷ്ടന്മാരായ ദേവന്മാരാൽ സദസ്സിൽ വെച്ച് നൽകപ്പെട്ട ദുർലഭങ്ങളായ വരങ്ങളെ നേടിയ നളൻ എന്ത് ചെയ്യാണ്? തന്റെ ഭാര്യയായി അല്ലെങ്കിൽ പാണിഗ്രഹണം ചെയ്ത് ദമയന്തിയെയും കൂട്ടി എവിടത്തേക്ക് പോവാണ്? ഭാര്യ പിതാവിന്റെ നഗരത്തിൽ നിന്നും, ഭീമന്റെ നഗരത്തിൽ നിന്നും സ്വന്തം രാജ്യത്തേക്ക് പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഭൈമി എന്ന് പറയുന്നത് ഭീമന്റെ മകളാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്കല്ല പോകുന്നത്, നളൻ പറയുന്ന കാര്യമാണ് പിന്നീട് പറയുന്നത്. പദം ഒന്ന് പല, അതായത് കഥകളിൽ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് അതൊക്കെ. നളൻ പറയാണ്, കുവലയ വിലോചനെ ബാലേ ഭൈമി കിസലയാധരെ ചാരുശീലേ. എന്താ പറയാ, മുത്തേ ചക്കരെ പൊന്നേ തേലെ പാലേ കരളെ എന്നൊക്കെ വിളിക്കുന്ന പോലെ നളൻ എന്താണ് വിളിക്കുന്നത് ദമയന്തിനെ? കരിങ്കൂവളതളം പോലുള്ള കണ്ണുകളുള്ളവളെ ബാലേ ദമയന്തി, തളിരുപോലെയുള്ള അധരമുള്ളവളെ, സ്വഭാവ ഗുണമുള്ളവളെ. എന്നിട്ട് പറയാണ്, നവയൗവനവും വന്നു നാൾതോറും വളരുന്നു, കളയെല്ലാ വൃഥാ കാലം. ഞാൻ എന്തായിരിക്കും അങ്ങനെ പറ്റുണ്ടാവുക? കല്യാണം കഴിച്ച് കൂട്ടിയിട്ട് പോകുമ്പോഴും എന്തിനാ നീ നിന്റെ കാലം കളയെല്ലാം എന്തായിരിക്കും പറ്റുണ്ടാവുക? അതായത് ഇവിടെ ദമയന്തിയുടെ 5 വിശേഷണങ്ങൾ സൂചിപ്പിച്ചു നേരത്തെ മേലെ. കരിങ്കുവളതളം പോലുള്ള കണ്ണുകളുള്ളവൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, പുതിയ യൗവനമൊക്കെ വന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി പെട്ടെന്ന് കാലമൊക്കെ പോവും, അതുകൊണ്ട് നീ വെറുതെ സമയം പാഴാക്കരുതേ. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാന്ന് ബാക്കി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇന്ദ്രാദികളും വന്നു വലച്ചു നമ്മെ, ഇടയിൽ വന്നിടരെല്ലാം നിരച്ചു, ഇന്ദുവദനെ നിന്നെ ലഭിച്ചു ഇതിനാൽ, ഇനിക്കു പുരാപുണ്യം ഫലിച്ചു, ഇനിയോ നിൻ കൃപയൊന്നേ, ഇനിക്കു വൈരിണി മന്യേ തനിയെ പോയത് മൊഴിയാതോ. എന്താ പറയുന്നേ? ഇന്ദ്രാദികൾ വന്ന് കഷ്ടപ്പെടുത്തി, അതിനിടയിൽ ഒരുപാട് ദുഃഖങ്ങൾ നിന്നെ സ്വന്താക്കുന്ന സമയത്ത് ഉണ്ടായി, അല്ലെ? പക്ഷെ എന്നിട്ട് പോലും എന്താണ്, ആരാണ് ആരോട് ചേരേണ്ടതെന്ന് വിധിയുള്ളത് പോലെ എനിക്ക് നിന്നെ തന്നെ ലഭിച്ചു, നിനക്ക് എന്നെ തന്നെ ലഭിച്ചു. പക്ഷെ ഇപ്പത്തെ പ്രശ്നം അതൊന്നുമല്ല. എന്താണ്? നിൻ ത്രപ, ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ, നിന്റെ നാണാണ്, അല്ലെ? എന്താണ് നീ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ നാണം കളിക്കുന്നത് എന്തിനാന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. തവ മുഖം അഭിമുഖം കാൺമേൽ തന്നെ തളിരൊളി മെയ്തൊന്നു പൂൺമേൻ, ധന്യനായത് ഞാനോ പാർമേൽ, ഏവം ഒന്നല്ല മനോരഥം മേന്മേൽ എന്നിരിക്കവേ നീ എന്തെന്നിൽ വഹസി വാമ്യം ഇതിനാൽ ഉണ്ടതി വൈഷമ്യം. എന്നിട്ട് പറയാണ്, നിന്റെ മുഖം നേരെ ഒന്ന് നിൽക്ക്. നമ്മൾ പറയില്ലേ നാണം കൊണ്ട് ഇങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുഖം താഴ്ത്തി കാലുകൊണ്ട് ചിത്രം വരക്കുന്നുണ്ടോന്നില്ല, മുഖം താഴ്ത്തി നിൽക്കുകയാണ്, അല്ലെ? ഹേ സുന്ദരി, നിന്റെ തളിര് പോലുള്ള ശരീരം ഞാനൊന്ന് പുണരട്ടെ, നീ ഇങ്ങനെ നിൽക്കല്ലേ? സത്യത്തിൽ ഞാനാണ് ഈ ഭൂമിയിലെ ഭാഗ്യവൻ, എനിക്ക് നിന്നെ തന്നെ കിട്ടിയല്ലോ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ നാണം കളിക്കുന്നേലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് ഏറെ സങ്കടം വരികയാണ്. കലയും കമലയും എപ്പോലെ തവ കലയമാമഭി നീ എപ്പോലെ. ആ വരി ശ്രദ്ധിക്കണം. നിന്റെ തോഴിമാരായ കലയെയും കമലയെയും പോലെ തന്നെ നീ എന്നെയും കാണൂ. കുലയുവതികൾ മൗലിമാലയെ ശംഖകളക രമിക്ക വഴി പോലെ മത്ത കോകിലമായൊരു ഉദ്യാനം അതിൽ ചെന്നൊരത്തനെന്നിയെ വഴുകനാം. എന്നിട്ട് പറയാണ്, നീ ഇങ്ങനെ ഇരിക്കല്ലേ, വാ എന്റെ കൂടെ വാ, നീ വേറെ ഒരാളായിട്ടൊന്നും കാണണ്ട, നിന്റെ തോഴിമാരെ പോലെ തന്നെയാണ് ഞാൻ, അല്ലെ? നീ എന്താ പറയുന്നേ? കുലയുവതികൾ മൗലിമാലെ, കുലസ്ത്രീ എന്ന നമ്മളെ പുതിയ സങ്കല്പമല്ല, അത് ഇത് പഴയ കാലത്ത് ഏതൊരു രീതിയിൽ വേണം വായിക്കാൻ. എന്താ പറയുന്നേ? കുലയുവതികൾക്ക് തന്നെ എന്താണ് പൂമാലയായവളാണ് നീ, ഇനി ഭയം ഒന്നും വേണ്ട, നീ എന്റെ കൂടെ വാ, അല്ലെ? എന്താണ് നമുക്ക് എന്താണ് ഉദ്യാനത്തിൽ ചെന്ന് എനിക്ക് കുറച്ചു നേരം പ്രേമിക്കാം എന്നാ പറയുന്നത്, അല്ലെ? രണ്ടാമത്തെ ശ്ലോകം, കാന്തൻ കനിഞ്ഞു പറയുന്നൊരു ചാടുവാക്യം പൂന്തേൻ തൊഴും മൊഴി നിശമ്യ വിദർഭ കന്യ, ദ്വാന്ധം ത്രപാമയമപാസ്യ നിശേന്തുനേവ സ്വാന്തർമുദ പുരവനെ സഹദേനരേമേ. എന്നിട്ട് പറയാണ്, ശ്ലോകം കുറച്ച് സ്പീഡിൽ വായിക്കുന്നുണ്ട്, കാരണം എല്ലാവർക്കും ശ്ലോകം വേണ്ടി വരില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചു വിടുന്നത്. എന്നിട്ട് പറയാണ്, എന്താ പറയുന്നേ? പൂന്തേൻ തോഴും മൊഴി വിദർഭ കന്യ, കാന്തൻ കനിഞ്ഞു പറയുന്ന ഒരു കളിവാക്യം കേട്ടപ്പോ, അല്ലെ? തേൻമൊഴിയായിട്ടുള്ള ഭർത്താവ് പറയുന്ന പ്രിയ വാക്യങ്ങളൊക്കെ കേട്ട് നാണം കൊണ്ട് തല താഴ്ത്തി, എന്താണ് ഇരുട്ടിനെയൊക്കെ കളഞ്ഞ് രാത്രി ചന്ദ്രനോടെന്ന പോലെ എന്ത് ചെയ്യാണ്? അവർ ഉദ്യാനത്തിൽ ഇങ്ങനെ വിലസുകയാണ്. സാമ്യമകുന്നോരുദ്യാനം എത്രയും ആഭിരാമ്യം ഇതിനുണ്ടതിന് അനുകൂലം. എന്താ പറയുന്നേ? ഉണ്ട് അത് ന്യൂനം. ഇത് നമ്മൾ എപ്പോഴും കേൾക്കും, കഥകളിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥകളി പദാണിത്. എന്താ അതിന്റെ അർത്ഥം? സാമ്യമകുന്ന ഒരു ഉദ്യാനം എന്ന് പറയുന്നത് മറ്റൊന്നിനോടും ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊന്നിനോടും സാമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു ഉദ്യാനമാണിത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാല് എന്താണ്, ഇന്ദ്രന്റെ നന്ദനോദ്യാനവും അല്ലെ കുബേരന്റെ ചൈത്രരഥോദ്യാനവും ഒക്കെ, ചൈത്രരഥ ഉദ്യാനവും ഒക്കെ നോക്കുമ്പം എന്താണ് അതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ ഉദ്യാനം.
സാമ്യമകുന്ന ഒരു ഉദ്യാനം, ഒന്നിനോട് സാമ്യപ്പെടുത്താൻ പറ്റാത്ത അത്രയും മനോഹരമായ ഉദ്യാനമാണ്. കങ്കേലി ചമ്പകാദികൾ പൂത്തു നിൽക്കുന്നു ശങ്കേ വസന്തമായാതും ഭൃങ്കാളി നിറയുന്നു പാടലപ്പടലിൽ കിൻകേതകങ്ങളിൽ മൃഗാംഗൻ ഉദിക്കുകയല്ലി. എന്നിട്ട് പറയാണ് വസന്തകാലമായി അല്ലെ, അശോകം ചമ്പകൊക്കെ പൂത്തു നിൽക്കുകയാണ്. ഇളം ചുവപ്പ് നിറമുള്ള പൂങ്കുലകളിൽ എന്താണ് പണ്ടിൻകൂട്ടം വന്ന് നിറഞ്ഞിരിക്കുകയാണ് പരാഗണത്തിന് വേണ്ടി അല്ലെ. അതുപോലെ തന്നെ എന്താണ് കൈതച്ചെടികളിലൊക്കെ ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ തോന്നുകയാണ്. പൂത്തും തളിർത്തുമല്ലാതെ ഭൂരൂഹങ്ങളിൽ പേർത്തുമൊന്നില്ല ഇവിടെ കാൺമാൻ. ആർത്തു നടക്കും വണ്ടിൻ ചാർത്തും കുയിൽ കുലവും വാഴ്ത്തുന്നു മദനന്റെ കീർത്തിയെ മറ്റൊന്നില്ല. എന്നിട്ട് പറയാണ് പൂക്കാതെയും തളിർക്കാതെയും ഒരു വൃക്ഷം പോലും ഇവിടെ ഇല്ല, എല്ലാവരും വസന്തത്തിലാണ്, പൂത്തു നിൽക്കുകയാണ്. അത് ഒരുപക്ഷെ നമ്മുടെ പ്രണയത്തിന്റെ എന്താണ് സന്തോഷത്തിനും കൂടി അല്ലേ, നമ്മുടെ പ്രണയത്തിന്റെ സൂചന കൂടി ആയിരിക്കാം ഈ പൂത്തു നിൽക്കുന്നത്. നമ്മൾ പറയില്ല നല്ലൊരു ആംബിയൻസ്, അത് സൃഷ്ടിക്കാനായിരിക്കാം പക്ഷെ വസന്തം പോലും ഈ സമയത്ത് വന്നിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് അല്ലെ. എന്നിട്ട് അത് കാമദേവന്റെ കീർത്തിയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. പിന്നെയോ സർവത്തു രമണീയമേതമേൽ പൊന്മയ ക്രീഡാ പർവ്വതം എത്രയും വിചിത്രം ഗർഭിത ഹംസകോകം ക്രീഡാ തടാകം ഇത് നിർവൃതി കരങ്ങളിൽ ഈ വണ്ണം മറ്റൊന്നില്ല. എല്ലാ ഋതുക്കളും കൂടി ചേർന്നതുപോലെ മനോഹരമായിരിക്കുന്നു ഈ പൂന്തോട്ടം, ഉദ്യാനം. പൊന്മയമായിട്ടുള്ള ഈ കളിക്കുന്ന എത്ര വിചിത്രമാണല്ലേ. ഈ കളിപ്പൊയ്ക മതിച്ചുല്ലസിക്കുന്ന അരിയഞ്ഞങ്ങളോടും ചക്രവാളങ്ങളോടും കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും മനോഹരമായ മറ്റൊരു സ്ഥലം നമ്മുടെ സ്നേഹത്തിന്റെ ഇടമാവാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൂചിപ്പിക്കലാണ്. ദൈതേ നീ കേൾക്കമണീയാകൃതേ ഐതേ വിവാഹത്തിൻ മുൻ ഗണകമനീയം വൃത്തം. എന്താ പറയുന്നേ, ഇനി നമ്മളെ കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, നീ അതെല്ലാം ഒന്ന് കേൾക്ക് അല്ലെ. പലതും നീ അറിയാത്തല്ലേ ഓരോ കാര്യങ്ങളുണ്ട്. ഓരോ ജനങ്ങൾ ചൊല്ലി നിൻ ഗുണം അങ്ങു നിശമ്യസത ധീരോപി ഞാൻ അധികം മങ്ങി മയങ്ങിനങ്കരുജ ആരോമലേ നനച്ചു ഭംഗിത രംഗിതം അംഗമിതം ഓരോ ദിനം യുഗമായി ഇംഗിതം എങ്ങും ഒളിച്ചു ചിരം. എന്നിട്ട് പറയാണ് ഓരോ ജനങ്ങൾ ഇങ്ങനെ വന്ന് ദമയന്തിനെ പറ്റി പറയും. ആടെ ഒരു രാജാവുണ്ട് ഭീമൻ, ഭീമന്റെ മകള് സൂപ്പറാണ് സുന്ദരിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഞാൻ ഇങ്ങനെ കാമപീഡിയ തളർന്നു പോയി, നിന്നെ എങ്ങനെ സ്വന്തമാക്കാൻ പറ്റും, അത് പറ്റില്ല എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലെ. ആരോമലെ സൗന്ദര്യം വിളങ്ങുന്ന നിന്റെ ഈ ശരീരം ധ്യാനിച്ചിട്ട് ഉള്ളിലുള്ള ആഗ്രഹം വെളിപ്പെടുത്താൻ ഞാൻ ഇങ്ങനെ കുറെ കാലമായി കാത്തു നിൽക്കുന്നത്, ഓരോ ദിവസവും എനിക്ക് ഓരോ യുഗം പോലെയാണ് തോന്നിയത്. ആരും അറിയരുതൻ അങ്കജ സങ്കടം എന്ന ദിയ ആരാമം പൂക്കേനിമം ഭൃംഗവിഹംഗമ സങ്കലിതം ദൂരെ സുഖമൊന്നായി അങ്ങോടൊടൻ പുനരിങ്ങോടൻ പാരം വലഞ്ഞേനപ്പോൾ സംഗതനായൊരു ഹംസവരൻ. ഞാൻ ഇങ്ങനെ എന്റെ ഉള്ളിലുള്ളതൊക്കെ ആരും അറിയാം, അയ്യോ ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണോ നമ്മളെ രാജാവ് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ആള് പറയും. അതുകൊണ്ട് ഒന്നും ആരും അറിയില്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിനി. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, വണ്ടുകളും പക്ഷികളും ഒക്കെ ഉള്ള ഉദ്യാനത്തിലേക്ക് ആര് വരുന്നത്, ഇങ്ങനെ നമ്മൾ പറയില്ലേ തലങ്ങും വിലങ്ങും ഒന്നും തിരിയാതെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഹംസം വന്നു ചേർന്നത്. സൗവർണഹംസം ചെയ്തൊരു സൗഹൃദമായതു സൗഹൃദമേ പോയി വന്നു നിൻ മതവും വർണ്ണിതവാൻ മമ കർണസുധാം ദൈവം ന വിപരീതമെന്നു പറഞ്ഞു മറഞ്ഞു സഖാ കൈവന്നു കാമിതവും കാമിനിമാർ കുല മൗലീമനെ. എന്നിട്ട് എന്താ പറയുന്നേ, അപ്പോഴാണ് ഈ സ്വർണ്ണഹംസം വരുന്നത്. ആണ് ഹംസം എനിക്ക് ഉപകാരം ചെയ്തത് അല്ലെ, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്റെ ഇഷ്ടം നിന്നോട് വന്ന് പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അതുകൊണ്ട് അവസാനം ഞാൻ ആഗ്രഹിച്ച് നേടുകയും ചെയ്തു. ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുറച്ച് കുറച്ചായിട്ട് ഇടുന്നതായിരിക്കും അല്ലെ നല്ലത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ദിവസം അടുത്ത പാർട്ടായിട്ട് എടുക്കാം.